രോഗം തിരിച്ചറിയാനും പരിശോധിക്കാനുമുള്ള സംവിധാനം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുമ്പോൾ അത് പ്രയോജനപ്പെടുത്താമെന്ന് ക്യാമ്പയിനിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ പറഞ്ഞു. ഇവിടെ നമ്മുടെ സർക്കാർ തന്നെ നമ്മുടെ മുമ്പിലേക്ക് അത്തരം ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഇത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ അത് പരമാവധി പൂർണ്ണമായും അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വലിയ ഒരു പദ്ധതിക്ക് മുൻകൈ എടുക്കുകയും പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഏറെ പ്രിയപ്പെട്ട വീണ മാഡത്തിനോട് ഒപ്പം നിൽക്കുന്ന വലിയ ഈ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിനും ഏറ്റവും മനസ്സ് നിറഞ്ഞ ഏറ്റവും വിനയപൂർവമായ നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കവിയതാൽ ഈ വാർത്തയുടെ വിവരങ്ങളുമായി മാനസ നമുക്കിപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, എന്തായാലും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി തന്നെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ആരോഗ്യമാണ് ആനന്ദം പകരുന്നത്. മാത്രമല്ല, ക്യാൻസർ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ ഉപദേശങ്ങൾ എന്താണ്? ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തവണത്തെ ഈ ക്യാൻസർ പ്രതിരോധ പരിപാടിയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഇന്ന് നടന്ന ചടങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ എടുത്തു പറയേണ്ടി വരും. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ആ ദിനത്തിൽ തന്നെ സംസ്ഥാനത്ത് ഇത്രയും വിപുലമായ ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്യാമ്പയിൻ്റെ പേര് പോലെ തന്നെ ആരോഗ്യം ആനന്ദം, ആരോഗ്യമാണ് എല്ലാവർക്കും ആനന്ദം. എങ്കിൽ കൂടിയും ഈ ക്യാൻസറിനെ സംബന്ധിച്ച് ഈ ക്യാൻസർ രോഗം വലിയ ഒരു രോഗമായി കണക്കാക്കുന്നതിനെ തുടർന്ന് തന്നെ ആളുകൾക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ രോഗം കണ്ടെത്താനും ഒക്കെ തന്നെ വിമുഖതയുണ്ട്. അതുകൊണ്ട് അത്തരം വിമുഖത മാറ്റി എല്ലാവരെയും പരിശോധന നടത്തി ഈ തുടക്കത്തിൽ തന്നെ ക്യാൻസറിനെ കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ എടുക്കണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. നമുക്ക് രാജ്യത്തും അതോടൊപ്പം തന്നെ കേരളത്തിലും ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ വിപുലമായ ഈ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ക്യാമ്പയിന് തുടക്കമിടുന്നത്. മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് ക്യാമ്പയിൻ്റെ ആദ്യഘട്ട നടക്കുന്നത്. ഒപ്പം തന്നെ സ്ത്രീകൾക്കാണ് ഇതിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. സ്ത്രീകളിലാണ് കൂടുതലും ഈ അർബുദം കണ്ടെത്തുന്നത്. സ്തനാർബുദം പോലുള്ള രോഗങ്ങളാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്. അതിൻ്റെ ആ ഒരു ഗൗരവം കൂടി മാനിച്ചാണ് ആദ്യഘട്ടത്തിൽ മാർച്ച് 8 ലോക വനിതാ ദിനം കൂടി. ഏതായാലും വലിയ നല്ല ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിന് വലിയ തരത്തിലുള്ള പ്രതികരണം ലഭിക്കുകയും ചെയ്യുന്നു.